നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ, അത് പത്രമാധ്യമമാവട്ടെ ടെലിവിഷൻ മാധ്യമമാവട്ടെ, അവരൊക്കെ നിലനിർത്തുന്ന ഒരു ശൈലിയുണ്ട്. നമുക്കറിയാം, ഒരു വാർത്ത വരുമ്പോൾ ഏകദേശം എല്ലാ മാധ്യമങ്ങളും ഒരേ തരത്തിൽ തന്നെയായിരിക്കും അത് പറയുന്നത്. പക്ഷേ എന്നാൽ കുറച്ച് കാലമായി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു മാധ്യമമുണ്ട്. മധൂതി മാധ്യമം എന്നൊക്കെയാണ് അതിനെ വിമർശകർ വിളിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ഒരു വാർത്ത അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് കാണണ്ടേ? ഇതാണ് ആ സംഗതി. പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷ, ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥിക്ക് കർണാടകയിൽ 3ാം റാങ്ക്. ഇതാണ് അവരുടെ ഒരു ശൈലി. 2ാം റാങ്ക് ആർക്ക് അല്ലെങ്കിൽ 1ാം റാങ്ക് ആർക്ക്, അതൊന്നും അവർക്ക് വിഷയമല്ല. 3ാം റാങ്ക് കിട്ടിയ ആൾ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, അതാണ് അവർക്ക് വലിയ വാർത്തയായത്. ഇനി ഈ 3ാം റാങ്ക് കിട്ടിയ ആൾ ഒരു സ്ത്രീയല്ല, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയല്ല, ഒരു വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ, ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ, ഇവർ ഈ പറയുന്ന പോലെ ഈ വിഭാഗത്തിലുള്ള ആളായിരുന്നുവെങ്കിൽ സുന്നത്ത് ചെയ്തത് എന്ന് പറയുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ. ഒരുപക്ഷെ അവർ അതിനും മുതിർന്നേക്കും. ഈ ഹിജാബ് ധരിച്ച പെൺകുട്ടിക്ക് 3ാം റാങ്ക് എന്ന് പറയാമെങ്കിൽ, അതേ സ്ഥാനത്ത് ഒരു ആൺകുട്ടി ആയിരുന്നുവെങ്കിൽ ചിലപ്പോൾ സുന്നത്ത് ചെയ്ത ആൺകുട്ടിക്ക് 3ാം റാങ്ക് എന്ന് പറഞ്ഞേക്കും. ഓർക്കുക, ഇത് കേരളമാണ് എന്ന് എപ്പോഴും പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവുമൊക്കെ, ഭരണപക്ഷവും പ്രതിപക്ഷവുമായിരിക്കുന്ന ഒരു സാംസ്കാരിക കേരളത്തിലെ ഒരു മാധ്യമമാണ് ഇത്തരം വില കുറഞ്ഞ മാധ്യമ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇതേപോലെ തന്നെ മറ്റൊരു മാധ്യമം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു കാര്യവും പറഞ്ഞിരുന്നു. അന്ന് സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അന്ന് 50ഓളം മുസ്ലിങ്ങൾ ആ പട്ടികയിലുണ്ട് എന്ന തരത്തിലാണ് അന്ന് വാർത്ത കൊടുത്തത്. ഇതിനൊന്നും ഒരു അത്ഭുതവും തോന്നുന്നില്ല. പക്ഷെ മറ്റൊരു മറുവശം കൂടിയുണ്ട്. കുറേ കാലമായിട്ട് ഇവിടെയുള്ള സംഖ്യകൾ പറയുന്ന കാര്യങ്ങളിൽ, ചില കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ഇവിടെയുള്ള സാധാരണ ആളുകൾ പോലും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇതുകൂടെ നോക്കിയോ. പത്രത്തിലൊക്കെ വന്ന ഒരു പരസ്യമാണ്. സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണാടിപ്പറമ്പ് ചേലേരിമുക്ക് കാറാട്ട് മെയിൻ റോഡിൽ 80 മീറ്ററിൽ സ്ഥലമനുസരിച്ച്, ആവശ്യമനുസരിച്ച് മുറിച്ച് വിൽപ്പനയ്ക്ക്. ഇത് കണ്ണൂരിലുള്ള സ്ഥലമാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടി CPMൻ്റെ ഈറ്റെല്ലം എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര മതേതരത്വം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ്. ആ കണ്ണൂരിലുള്ള ഒരു പരസ്യമാണ്. ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് വിൽപ്പനയ്ക്ക്. മുസ്ലിം ഏരിയ ആയതിനാൽ, അങ്ങനെ ഏതെങ്കിലും ഏരിയ നമ്മുടെ രാജ്യത്തുണ്ടോയെന്ന് അറിയില്ല. മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ ബന്ധപ്പെടുക, ബ്രോക്കർ വിളിക്കേണ്ടതില്ല. അവിടെ നമ്പർ ഉണ്ടായിരുന്നു. നമ്പർ ഞങ്ങൾ മനഃപൂർവ്വം മറച്ചതാണ്, വെറുതെ അവർ തെറുകിയാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഒന്ന് ഓർത്ത് നോക്കുക, ഇതേ സമാനമായിട്ടുള്ളൊരു പരസ്യം മറ്റേതെങ്കിലും വിഭാഗക്കാരാണ് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇവിടുത്തെ ബഹളം? മിനിമം ഒരാഴ്ചയെങ്കിലും അത് വെച്ചിട്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ? ഏതൊക്കെ തരത്തിൽ, ഏതൊക്കെ രീതിയിൽ അത് പോയേനെ എന്ന് ഓർക്കുക. മുസ്ലിം ഏരിയ എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഏരിയ ഉണ്ടോ? മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ, മുസ്ലിങ്ങൾ മാത്രം വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് ഹിന്ദുവാണ്, അല്ലെങ്കിൽ അതിലെ തന്നെ ഏതെങ്കിലും ജാതിക്കാരാണ്, ഇങ്ങനെ ഇന്ന ആൾക്കാർ മാത്രം ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലുള്ള അവസ്ഥ ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് ഇത് കേരളമാണ്, ഇവിടെ സാംസ്കാരിക കേരളമാണ്, പ്രബുദ്ധ കേരളമാണ്, വിദ്യാഭ്യാസ കേരളമാണ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ വരുന്നവർ വടക്കോട്ട് പോയി തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് കിഴക്കോട്ടായിട്ട് പറയണം എന്നേ അവരോട് വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.